നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കിർട്ടാഡ്സിൽ കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താൽക്കാലിക നിയമനമാണ്, എക്സാമിനേഷൻ ഇല്ല. നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. നിങ്ങൾ പോസ്റ്റലായിട്ടാണ് നിങ്ങളുടെ CV-യും ഡോക്യുമെൻറ്റ്സൊക്കെ അയക്കേണ്ടത്. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാവുകയാണ് വേണ്ടത്. ഏതെല്ലാം തസ്തികകളിലേക്കാണ് നിയമനമെന്നും ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കിർട്ടാഡ്സ് ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്കിനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. റിസർച്ച് അസോസിയേറ്റ്, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ, പ്രൊജക്റ്റ് ഫെലോ, മ്യൂസിയം അസോസിയേറ്റ്, മ്യൂസിയം റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് ഫെല്ലോസ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. ടോട്ടൽ വേക്കൻസി 19 ആണ്. ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരളയാണ് ലൊക്കേഷൻ വരുന്നത്. സാലറി സ്കെയിൽ വരുന്നത് 17,500-നും 30,000-നും ഇടയിലാണ്. അപ്ലൈ മോഡ് ഓഫ്ലൈൻ ആണ്. നമ്മൾ ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, പോസ്റ്റലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് 16th August 2021 ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 20th September 2021 അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 20 വരെ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് kirtads.kerala.gov.in ആണ്. ഓരോ പോസ്റ്റിലേക്കും എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കാം. റിസർച്ച് അസോസിയേറ്റിൻ്റെ 3 വേക്കൻസി, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ 4 വേക്കൻസി, പ്രൊജക്റ്റ് ഫെലോ 1 വേക്കൻസി, മ്യൂസിയം അസോസിയേറ്റ് 1 വേക്കൻസി, മ്യൂസിയം റിസർച്ച് അസോസിയേറ്റ് 3 വേക്കൻസി, റിസർച്ച് ഫെല്ലോസ് 3 വേക്കൻസി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 1 വേക്കൻസി, റിസർച്ച് അസിസ്റ്റൻറ്റ് 1 വേക്കൻസി, പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് 2 വേക്കൻസി. നെക്സ്റ്റ് ഇനി ഓരോ പോസ്റ്റിലേക്കും വരുന്ന സാലറീസ് നോക്കാം. റിസർച്ച് അസോസിയേറ്റ് 29,025 രൂപ, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ 15,000, പ്രൊജക്റ്റ് ഫെലോ 17,000, മ്യൂസിയം അസോസിയേറ്റ് 29,025, മ്യൂസിയം റിസർച്ച് അസോസിയേറ്റ് 29,025, റിസർച്ച് ഫെലോസ് 29,025. നെക്സ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 19,980, റിസർച്ച് അസിസ്റ്റൻറ്റ് 29,785, പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് 30,000 രൂപ. നമുക്കിനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. റിസർച്ച് അസോസിയേറ്റ്, മ്യൂസിയം അസോസിയേറ്റ്, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഈ 3 പോസ്റ്റിലേക്കും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. നെക്സ്റ്റ് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററുടെ +2 ഡിഗ്രിയാണ് ചോദിക്കുന്നത്. പ്രൊജക്റ്റ് ഫെലോക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് മ്യൂസിയം അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. റിസർച്ച് അസിസ്റ്റൻറ്റിന് MA ആന്ത്രോപോളജി അല്ലെങ്കിൽ സോഷ്യോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്തിൻ മിനിമം 50% മാർക്കിലുള്ള MA ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൽ ചോദിക്കുന്നത് MA ആന്ത്രോപോളജി അല്ലെങ്കിൽ സോഷ്യോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്തിൻ മിനിമം 50% മാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് ഇൻഫർമേഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊരു താൽക്കാലിക നിയമനമാണ്, എക്സാമിനേഷൻ ഉണ്ടായിരിക്കുകയില്ല. നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ആദ്യം നിങ്ങളുടെ CV-യും അതുപോലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പോസ്റ്റലായിട്ട് അയക്കണം. അതിൽ നിന്നും അവർ നിങ്ങളെ സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂവിന് ഹാജരാവുകയാണ് വേണ്ടത്. നിങ്ങൾ ഇത്തരം ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.